എഴുത്തുകാരനും അധ്യാപകനുമായിട്ടുള്ള നിസാർ ഇൽത്തുമിഷാണ് ഇന്ന് നമ്മോടുള്ളത് കൂടെ ഉള്ളത്. മാഷ സ്വാഗതം. ഇപ്പം ഏറ്റവും പുതിയ പുസ്തകം മുനീറുൽ പൂർണ്ണാനന്ദ ഇപ്പോ സക്സസ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിന്റെ ആമുഖത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗുജറാത്തിലെ ലോക്ക്ഡൌൺ സമയത്ത് ഗുജറാത്തിലെ ഏതോ കടയുടെ ബില്ലിന്റെ പുറത്താണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് ആ എഴുത്തിന്റെ അനുഭവത്തിൽ നിന്ന് തുടങ്ങാൻ ആദ്യം. ആക്ച്വലി ഞാൻ നിരന്തര യാത്ര ചെയ്യുന്നൊരു മനുഷ്യനാണ്. സമയം കിട്ടുമ്പോഴൊക്കെ യാത്ര ചെയ്യാറുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് പോയ സമയത്ത് ഗുജറാത്തിൽ വെച്ചിട്ടാണ് ലോക്ക്ഡൌൺ, കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ആയല്ലോ 2020 സമയത്ത്. അപ്പോ ഞാൻ ഗുജറാത്തിൽ കച്ച്, ഭുജ് ഈ പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വരുന്ന സമയത്താണ് ഇങ്ങനെ ലോക്ക്ഡൌണിലായി പോയത്. അപ്പൊ എനിക്ക് തിരിച്ചു വരാൻ ട്രെയിനും ഫ്ലൈറ്റും ഒക്കെ ക്ലോസ് ആയി പോയല്ലോ. ആ സമയത്ത് ഇപ്പോ എന്ത് ചെയ്യുന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, കാരണം പുറത്താരെയും കോണ്ടാക്ട് ചെയ്യാനും പറ്റില്ല, ആരും നമ്മളെ അക്കോമഡേറ്റ് ചെയ്യാനും ഉണ്ടായിരുന്നില്ല അവിടെ. അങ്ങനെ ഞാൻ ഇരുന്നിട്ട് കുറെ ആൾക്കാർക്ക്, മലയാളി അസോസിയേഷൻ ഓഫ് അഹമ്മദാബാദ്, വഡോദര ഇവരൊക്കെ കോണ്ടാക്ട് ചെയ്തു. പക്ഷെ അവർക്കൊക്കെ പേടിയായിരുന്നു അക്കോമഡേറ്റ് ചെയ്യാൻ, കാരണം കേരളത്തിൽ നിന്നാണല്ലോ ഇതിന്റെ ഔട്ട് ബ്രേക്ക് ഉണ്ടായത്. പക്ഷെ ഞാൻ ആക്ച്വലി കുറെ കാലം മുമ്പേ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്, പക്ഷെ അവരോടത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആൻഡ് ഫൈനലി ഞാൻ അവിടെ ഒരു ലക്ഷ്യ എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് ഉണ്ട്, ഈ ഒരു NGO ആണത്. അവിടെ ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സ് അവരൊക്കെ താമസിക്കുന്ന ഒരു ട്രസ്റ്റ് ആണ്. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ 8 കിലോമീറ്റർ അപ്പുറത്ത് റാവുപുര എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്, അവിടെ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ഓഫീസിന്റെ അവിടെ നിങ്ങൾക്ക് ഒരു കാർപ്പറ്റ് ഇട്ട് കിടക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ തരാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും നിൽക്കണമല്ലോ, കാരണം ഈ ബാണ്ടക്കെട്ടും എടുത്ത് എത്ര സമയം വെച്ചാൽ റോഡിൽ നിൽക്കുക. അങ്ങനെ ഞാൻ ഈ 8 കിലോമീറ്റർ നടന്ന് പേടിച്ച നടന്ന് കാരണം ഒരൊറ്റ വണ്ടി അറിയാലോ, കംപ്ലീറ്റ് ലോക്ക്ഡൌൺ എന്ന് പറയുന്ന സമയത്ത് അവിടെയൊക്കെ പോലീസുകാർ ഇങ്ങനെ പുറത്തിട്ട് അടിക്കുക ചെയ്യുക. പുറത്തിറങ്ങുന്ന സമയത്ത് കണ്ടില്ലേ വിഷ്വൽസ് ഒക്കെ. അപ്പൊ അതൊക്കെ പേടിച്ച് ഇങ്ങനെ ഓരോ കടയുടെ പുറകിലൂടെ പോയി ഫൈനലി അവിടെ എത്തി. അവിടെ ആകൃതി പട്ടേൽ എന്ന് പറഞ്ഞ ഒരു ലേഡി അവരായിരുന്നു റിസീവ് ചെയ്തത്. അങ്ങനെ അവരുടെ ഓഫീസിൽ ഒരു സ്പേസ് തന്നു, ഒരു കാർപ്പറ്റ് വിരിച്ചു തന്നു. അവിടെ ആയിരുന്നു ഒരു 82 ദിവസം അതിൻ്റെ ഉള്ളിൽ തന്നെ. വേറെ ലോകമൊന്നും കണ്ടിട്ടില്ല. അപ്പോഴാണ് എന്തെങ്കിലും എഴുതണം, സമയം പോണ്ടേ, എത്രയും വിചാരിച്ച് നമ്മളിങ്ങനെ ജനാലയുടെ പുറത്തേക്ക് നോക്കുക. അങ്ങനെ എന്തെങ്കിലും എഴുതണമല്ലോ തോന്നിയ സമയത്ത് അവിടെ എഴുതാൻ പേനയും പേപ്പറും ഇല്ല. അങ്ങനെ ഞാൻ ആ ഗോഡൻ മുഴുവൻ അരിച്ച് പെറുക്കിയപ്പോൾ എനിക്ക് 2 പേന കിട്ടി. മീൻസ് ഹാഫ് മഷീനിലെ 2 പേനയും. പിന്നെ അവരുടെ എന്തോ ബില്ലുകളുണ്ട്, ആ ബില്ലിന്റെ ഒരു ബാക്ക് സൈഡ് ബ്ലാങ്ക് ആണ്. അങ്ങനെ ആ ബ്ലാങ്ക് സൈഡിൽ ഞാൻ 5 ചാപ്റ്റേഴ്സ് എഴുതി. ഓരോ ചാപ്റ്റർ എഴുതുമ്പോൾ മഷി തീരല്ലേ എന്നിങ്ങനെ കാരണം അന്ന് പേനയൊക്കെ ചോദിക്കുന്നത് ഒരു ലക്ഷറിയാണ്. കാരണം ആൾക്കാർക്ക് ഭക്ഷണം പോലും കിട്ടാത്ത ആ സമയത്ത് നമുക്ക് കുറച്ച് ന്യൂസ് പ്രിന്റും പേനയും വേണമെന്ന് പറയുമ്പോൾ കുറച്ച് ലക്ഷറി ആയി തോന്നായിരിക്കും എല്ലാവർക്കും. അങ്ങനെ 5 ചാപ്റ്റർ എഴുതുന്നവരെ ഒറ്റ ഫ്ലോയിൽ അങ്ങ് എഴുതി. അത് തീർന്നോടുകൂടി ആ ഫ്ലോയും തീർന്നു. പിന്നെ ഞാൻ നാട്ടിലേക്ക് വരലും അത് അങ്ങനെ ആയിപ്പോയി. കുറെ കാലം എടുത്ത് പിന്നീട് എഴുതാൻ. അങ്ങനെ അപ്പോ ഈ പുസ്തകം പറഞ്ഞത് ഒരു വലിയ യാത്രയുടെ കഥയാണ്. യാത്രക്കാണ് ഈ പുസ്തകം തുടങ്ങിയത്. എന്തുകൊണ്ടാണ് ഈ നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ എന്ന് പറഞ്ഞ പേര്? അതായത് നമ്മളൊരു പണ്ട് റാം മുഹമ്മദ് തോമസ് ഒക്കെ പറയുമ്പോഴുള്ള അങ്ങനെ ഒരു മതമൈത്രി കിട്ടതല്ല. ആക്ച്വലി ഈ പുസ്തകം വായിച്ചാൽ അറിയാം, ഒരു മനുഷ്യന്റെ യാത്രയാണ്. അതായത് നൂറും മുനീറും പൂർണ്ണാനന്ദ ഒക്കെ ഒരു മനുഷ്യനാണ്. അപ്പൊ അയാളുടെ ഒരു ലൈഫില് പല സ്റ്റേജുകളെ കാണിക്കാൻ വേണ്ടിട്ട് ആ പേരിട്ട്. പക്ഷെ ആ പേര് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ആ പേര് കണ്ടിട്ട് അതെന്തായിരിക്കും അതിലുണ്ടാവും, എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ആ പേര് വാട്ട് ഇസ് ഇൻ എ നെയിം എന്ന് ഷേക്സ്പിയർ ചോദിച്ച പോലെ, അപ്പൊ പേരിൽ ഒരുപാട് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി ആ പുസ്തകത്തിന്റെ പേരോട് കൂടി. ഈ കഥ തുടങ്ങുന്നത് വാരണാസി വെച്ചിട്ടാണ്. അവിടെ ഒരു അങ്ങനെ ആരും ചിന്തിക്കാത്ത രീതിയിൽ ഈ മരണ വാർത്ത കേട്ട ഇല്ലാന്ന് അതേപോലെ മന്ത്രത്തിന് പകരം ഹിന്ദിമാല പറഞ്ഞ സന്യാസി. എങ്ങനെയാണ് അങ്ങനെ ഒരു തോട്ട്? എന്താണ് ഇതിലൂടെ മാഷി പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത്? അതെന്ന് വെച്ചാല്, അതായത് ആൾക്കാര് ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞിട്ട് എന്നെ വിളിക്കും എല്ലാരും, അല്ല കാശിയിലൊക്കെ സന്യാസിമാര് മരിക്കുന്ന നേരത്തെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുമോന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ബാക്കി മൊത്തം വായിക്കുക, അപ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോ അത് അൾട്ടിമേറ്റ്ലി എന്ന് വെച്ചാൽ ആ പൂർണ്ണാനന്ദ എന്ന് പറഞ്ഞ വ്യക്തി ആരോ വിളിച്ച് പൂർണ്ണാനന്ദ എന്ന് വിളിച്ച് അങ്ങ് പൂർണ്ണാനന്ദ ആയത്. അയാളുടെ ഉള്ളില് അയാളുടെ കുട്ടിക്കാലത്ത് എന്താണോ പഠിച്ചിട്ടുള്ളത് അത് തന്നെ അയാളുടെ ഉള്ളില്. അപ്പൊ അയാൾക്ക് തോന്നുകയാണ് ഈ മൃതദേഹങ്ങളൊക്കെ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്മാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇയാൾ പ്രാർത്ഥിക്കുകയാണ്. അത് അയാൾക്ക് അറിയുന്ന ഭാഷയിൽ അയാൾ പ്രാർത്ഥിക്കുകയാണ്. അത് ഈ മൃതദേഹം ഹിന്ദു ആണ്, അല്ല ഈ മനുഷ്യൻ ഹിന്ദു ആണോ മുസ്ലിം ആണോ ഒന്നും നോക്കിയിട്ടല്ല, അയാൾക്ക് തോന്നുന്ന അങ്ങ് ചെല്ലി പോവാണ്. അയാളൊരു ഹാഫ് ലുനാറ്റിക് ആണെങ്കിൽ പറയാം, അയാളെ ഒരു സെൻസിലുള്ള മനുഷ്യനാണോ അല്ലയെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ കഥാപാത്രം അവിടെ കാണുന്നവർക്കൊക്കെ മൊയ്തീമാല് അങ്ങനെയൊക്കെ ചൊല്ലി നടക്കുന്ന ഒരു സന്യാസി, അതാണ്.
അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ആരും ചിന്തിക്കും. പിന്നെ ഈ വാരണാസിയിൽ കേൾക്കുന്ന സമയത്ത് നമുക്ക് മലയാളികളെ എനിക്ക് തോന്നുന്നു ഈ അടുത്താണ് വാരണാസിയിലേക്ക് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയത്. പാലിമി എന്ന് പറഞ്ഞ സിനിമയൊക്കെ അതിലത്തെ ആ പിന്നെ ആ ലോഡ്ജ് മുക്തി ഭവൻ നമ്മുടെ ഈ കഥയിലും ഒരു വലിയ ഭാഗമാണ്. അതൊക്കെ മനഃപൂർവ്വം അതിനകത്തേക്ക് കൊണ്ടുവന്നതാണോ അല്ലെങ്കിൽ? അല്ല, ഞാൻ ഈ ഫാലിമി ഒന്നും കണ്ടിട്ടില്ല എഴുതുന്ന സമയത്തെ. അന്ന് അതെ, പലർക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ മുക്തി ഭവന്. അതൊക്കെ ഈ സിനിമ കണ്ടതിന് ശേഷമാണ് തോന്നുന്ന ആൾക്കാർക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഇതിനൊക്കെ എത്രയോ വർഷം മുമ്പേ ഈ മുക്തി ഭവനിൽ പോവുകയും അവിടുത്തെ അന്തേവാസികളെ കാണുകയും അവിടുത്തെ സ്വാമിജിയോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത സമയത്താണ് ആൾക്കാർ ഇത് ഫാലിമിയിലുള്ള ലോഡ്ജ് അല്ലേ. അപ്പൊ ഫാലിമി ആക്ച്വലി ഇതിന് എത്രയോ ശേഷം ഇറങ്ങിയത്. അതെ അതെ. അപ്പൊ അത് ഞാൻ കാണുന്നതിന് മുമ്പേ എത്ര വർഷം മുമ്പ് അത് ഡാൽമിയ എന്ന് പറഞ്ഞിട്ടുള്ള സിമെന്റിന്റെ ഒക്കെ കമ്പനിയില്ലേ, ആ ഡാൽമിയ അവരാണെന്ന് തോന്നുന്നത് സ്പോൺസർ ചെയ്യുന്നത്. അപ്പൊ അവര് നടത്തുന്ന ഒരു ട്രസ്റ്റ് പോലെയാണത്. അപ്പൊ അവിടെ ആൾക്കാർ വരലും മരിക്കലും, അടുത്ത റൂം 12 റൂമുകൾ അങ്ങനെ ഉള്ളത്, ആ റൂമിൽ ആൾക്കാർ വരും മരിക്കും, അടുത്ത ആൾ വരും മരിക്കും, അങ്ങനെ മരണത്തിന്റെ ഒരു ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ലോജിക്ക് എങ്ങനെയാണ് ഈ 14 ദിവസം കൊണ്ട് മരിക്കണം എന്ന് പറയുന്നത്? അത് ഈ 14 ദിവസം എന്നുള്ളത് എന്താന്ന് വെച്ചാല് അവിടെ വരുന്ന മനുഷ്യന്മാരെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ രോഗികളായിരിക്കും, അല്ലെങ്കിൽ പ്രായാധിക്യം ചെന്ന ഒരാളായിരിക്കും. അവർക്ക് ഫ്രീ അക്കോമഡേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ 2 ആഴ്ചയിലധികം അവർ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ ആ വരുന്ന ആൾ അത്രയും ക്രിട്ടിക്കലി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇയാൾക്ക് കണ്ടാൽ മനസ്സിലാവും. അയാൾ പറയുന്നുണ്ട്, ഞാൻ ഏകദേശം 25,000-40,000 മൃതദേഹങ്ങൾ ഞാൻ എന്റെ കൈകൊണ്ട് മരണം ഏറ്റുവാങ്ങിയിട്ടുള്ള മനുഷ്യനാണ്. അപ്പൊ അയാൾക്ക് മനസ്സിലാവുമല്ലോ ഒരാളുടെ അവസ്ഥ കണ്ട. അയാൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂലെങ്കിലും അയാൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇയാൾക്ക് ഇത്ര ആയുസ് ഉണ്ടാവും അല്ലെങ്കിൽ ഇത്ര ഉണ്ടാവും. അപ്പൊ വലിയ ബലവാനൊക്കെ ആണെങ്കിൽ അവർ പറയും നിങ്ങൾക്ക് പോയിട്ട് അടുത്ത പ്രാവശ്യം വരൂ എന്ന് ഞാനും പറയാം. ഈ 14 ദിവസം കൊണ്ട് മരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവര് പുറത്താക്കും. അവർക്ക് അത്രയും ദിവസം താമസിച്ചിട്ട് എന്തെങ്കിലും ഇല്ല, എനിക്കൊന്ന് 20 രൂപ എങ്ങാനും വാങ്ങിക്കാറുണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പൊ എന്താ എനിക്കറിയില്ല, 20 രൂപ കൂട്ടിയിട്ടുണ്ടോ. 100 രൂപയുടെ എന്തൊരു കണക്ക്. എനിക്കൊന്ന് 20 ആയിരുന്നു അന്ന് അയാൾ പറഞ്ഞ. അത് ഞാൻ പോയതെന്ന് വെച്ചാൽ ഈ കൊറോണക്കൊക്കെ എത്രയോ മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അന്ന് 20 രൂപയൊക്കെ ആയിരുന്നു അവിടെ ചാർജ്. അത് തന്നെ ഉള്ളവർ കൊടുത്താൽ മതി, ഇല്ലാത്തവർ അതും കൊടുക്കണ്ട. അങ്ങനെയായിരുന്നു. ഒരു വാരാണസി യാത്രയിലായിരിക്കുമല്ലോ മിക്കവാറും ഇങ്ങനെ ഒരു ആശയം എന്തൊക്കെയായിരുന്നു മാഷിന്റെ ഒരു വാരാണസി അനുഭവം? അതെ, ഞാനിപ്പോ കുറെ ഇന്റർവ്യൂസിൽ പറയാം, കേൾക്കുന്നവർക്ക് മടുക്കുക. അതായത് ഞാൻ ഫസ്റ്റ് ടൈം വാരണാസിയിൽ പോയ സമയത്ത് ആണ് ഇതിന്റെ കഥാബീജം എന്റെ ഉള്ളിൽ വന്നത്. അതായത് ഞാനിങ്ങനെ ഗംഗാ തടത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സ്വാമിജി ഗംഗയിലേക്ക് ഇങ്ങനെ പാലൊഴിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു. അപ്പൊ പാലൊഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഫോൺ എടുത്തിട്ട് പുറകിൽ കൂടെ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. ഞാൻ വിചാരിച്ച് നമുക്ക് എത്ര ചായ ഉണ്ടാക്കാനുള്ള പാലാണ് ഇയാൾ ഗംഗയിലേക്ക് ഒഴിച്ച് കളയുന്നതൊക്കെ ഒരു ട്രോള് പോലെ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് റെക്കോർഡ് ചെയ്യായിരുന്നു. സംസാരിക്കൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അയാൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി. ആ തിരിഞ്ഞു നോക്കിയ സമയത്ത് അയാളുടെ കണ്ണ് ഭയങ്കര പവർഫുൾ ആയിരുന്നു. ഭയങ്കര തീഗോളങ്ങളൊക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന പോലെ, ഗ്രാഫിക്സ് ഒക്കെ കാണുന്ന പോലെ. ഞാൻ ഓടി അവിടെ നിന്നിട്ട്, കാരണം എനിക്ക് ഉറപ്പ് അയാൾ എന്റെ ഫോൺ പിടിച്ചെറിയുന്നോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഓടി എന്റെ റൂമിൽ കയറി വാതിലടിച്ചിട്ടും എനിക്കിങ്ങനെ തോന്നുക അയാൾ ചിലപ്പോൾ എന്നെ കണ്ടെത്തും എന്ന് എന്റെ മനസ്സിങ്ങനെ പറയാം. പിന്നെ അയാൾ വരുന്നില്ല എന്ന് കണ്ട സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, അയാൾ ആരായിരിക്കും? അപ്പൊ അയാൾക്കൊരു പാസ്റ്റ് ഉണ്ടാവുമല്ലോ, ഒരു എന്താ പറയാ, ഇപ്പൊ അയാള് വാനപ്രസ്ഥാണെങ്കിൽ അയാൾക്ക് പിന്നെ ഗൃഹസ്ഥാശ്രമമായിരുന്ന സമയം ഉണ്ടാവുമല്ലോ അയാൾക്ക്. അപ്പൊ ആ കാലഘട്ടത്തിൽ അയാൾ ആരായിരിക്കും? ഒരുപക്ഷെ അയാൾ മലയാളി ആണെങ്കിലോ, ഞാനൊരു മലയാളിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അപ്പൊ ഞാൻ വിചാരിച്ച അയാൾക്കൊരു ഒരു ബാക്കപ്പ് സ്റ്റോറി ഉണ്ടാവും, അയാൾക്ക് പിന്നിലൊരു കഥയുണ്ട്, ആ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അയാൾ ഇങ്ങനെ ആയിരുന്നെങ്കിലോ, അയാൾ ഒരു മുസ്ലിം ആയിരുന്നെങ്കിലോ, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ആലോചിച്ചിട്ടാണ് ഇതിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ഈ സാധനം പറഞ്ഞ കഥാപാത്രം അതാണോ ആ പുസ്തകത്തിന്റെ അകത്ത് പൂർണ്ണാനന്ദയെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയത്? അതെ അതെ, അത് എന്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ പല ഭാഗങ്ങളിലൂടെ അതിലേക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഈ വാരണാസിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് മരണം, അതാണ് പൊതുവെ പ്രത്യേകിച്ച് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ വാരണാസിയെ മാർക്കറ്റ് ചെയ്യുന്ന അങ്ങനെ. ഈ വാരണാസി മരണവും തമ്മിലുള്ള ബന്ധം എന്താ? അതേപോലെ അവിടുത്തെ ഈ മന്ത്രങ്ങളും പരിപാടികളും അതൊക്കെ എത്രത്തോളം റിയൽ ആണ്? അത് ഇന്നല്ല, എനിക്ക് തോന്നുന്നു ഈ ഭൂമി ഉണ്ടായ കാലത്തോളം പഴക്കമുണ്ട് ആ കാശിയുടെ ചരിത്രത്തിന്. നമ്മൾ പണ്ടത്തെ കഥകളിലൊക്കെ കേൾക്കാം, മണ്ണാങ്കട്ടയും കരിയിലെയും കാശിക്ക് പോയ കഥ, ആ കഥയോളം തന്നെ പഴക്കമുള്ള ഒരു കഥയാണിത്. അതായത് ഇപ്പൊ ഈ അടുത്തിറങ്ങിയ കൽക്കി എന്ന് പറഞ്ഞ സിനിമയിൽ മുന്നോട്ടുള്ള എത്രയോ ഒരു വർഷത്തിന് ശേഷം കാശിയുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും അവസാനത്തെ സിറ്റി. അതെ, അതായത് കാശി ഹിന്ദു മിത്തോളജി പ്രകാരം ഇതൊക്കെ മിത്താണ്. ഇതൊന്നും നമുക്ക് ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും അതിന് ഇതൊന്നും കൊടുക്കാനൊന്നും പറ്റില്ല. അതെ, അപ്പോ അവരുടെ വിശ്വാസപ്രകാരം കാശിയിൽ വെച്ച് മരിച്ചാൽ മോക്ഷം കിട്ടുന്നതാണ്. അപ്പൊ റീബേർത്ത്സ് ഉണ്ടാവില്ല, നേരെ സാൽവേഷൻ ആണ്. അപ്പോ അതിന് കുറെ അതിന്റെ പുരാവർത്തങ്ങൾ ഭയങ്കര രസകരമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അതില്.
അപ്പോ ഈ ശിവപാർവതി അങ്ങനെ പറഞ്ഞിട്ട് ഒരു വലിയൊരു കഥയുണ്ട്. ആ കഥ നറേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് അപ്പോ ആ പുസ്തകത്തിലുണ്ട്. മണികർണിക ഉണ്ടായ കഥ അതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വെച്ച് മരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. അത് ഈ കേരളത്തിൽ നിന്നും മദ്രാസിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആൾക്കാർ അവിടെ എത്തുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ച് മരിച്ച് മോക്ഷപഥത്തിൽ എത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു സങ്കല്പം. അപ്പൊ അത് പ്രകാരം അവർ ചെയ്യുന്നു. അപ്പം സോഷ്യൽ മീഡിയയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു സാധനം പറഞ്ഞപ്പോ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ സൈബർ ബുള്ളിങ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇതിനെ കളിയാക്കിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ. അപ്പൊ അതൊരു പെർട്ടിക്കുലർ മതവിഭാഗത്തിന്റെ റിച്വലാണ്. അതിനെ കളിയാക്കുക, അതിനെ പരാമർശിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് ആ കളിയാക്കുന്ന ആൾക്കാരുടെ മതത്തില് ഇതിനേക്കാളും വിയേർഡ് ആയിട്ടുള്ള എത്രയോ സാധനങ്ങൾ ഉണ്ടാവും. അത് പുറത്തുള്ള ഒരാൾ നോക്കുമ്പോഴാണ് അയാൾക്ക് തോന്നുന്നത് ഇതൊക്കെ എന്തായി കാണിക്കുന്നതെന്ന്. അപ്പൊ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ എല്ലാം കറക്റ്റ് ആയിരിക്കും. പുറത്തുള്ള ഒരാൾ നോക്കുമ്പോഴാണ് അബ്സർഡ് ആയി തോന്നുന്നത്. ഈ സാധനം ഞാൻ പറഞ്ഞതിന് ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് അതിന് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഈ നാസ്തിക സംഘമൊക്കെ വന്നതിന് ശേഷം ആളുകളെ ഇതിനൊക്കെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന, അതായത് നോൺ ബിലീവേഴ്സ് പറയുന്നതിൽ നമുക്ക് ഓക്കെ ഫൈൻ, അവർ ഇതിൽക്കൊന്നും വിശ്വാസമില്ലാത്ത ആളുകൾ, അവർക്ക് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ മറ്റുള്ളവർ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഇവർ പറയുന്ന സാധനം നേരെ എതിർ വിഭാഗം എടുത്തിട്ട് അതായത് വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് വിശ്വാസികളെ കളിയാക്കാം, നേരെ തിരിച്ചു ആക്കാം. പക്ഷേ ഇവരിപ്പോ പറയുന്നത് വെച്ചാൽ ഹിന്ദുക്കളുടെ ആചാരം വളരെ മോശമാണെന്ന് മുസ്ലിങ്ങൾ പറയാണ്. എന്നിട്ട് അവർ പറയുന്നത് നമ്മുടേതാണ് റൈറ്റ്, നേരെ തിരിച്ചു ഞങ്ങളുടെ റൈറ്റ് നിങ്ങളുടെ മോശം. അപ്പൊ ഇത് വെച്ചിട്ടുള്ള ആ ഒരു ആർഗ്യുമെന്റ് ഭയങ്കര നെഗറ്റീവ് ആയിട്ടാണ്. ഭയങ്കര പിന്നെ ഈ കഥ വാരണാസിയിൽ നിന്ന് നേരെ നമ്മുടെ ഓമശ്ശേരി ഈ ഓമശ്ശേരി അതേപോലെ മുക്കം ഇതൊക്കെ കഥാപാത്രങ്ങളാണ്. ഈ മുനീർ എന്ന് പറഞ്ഞ കഥാപാത്രത്തിലായിട്ട് എത്രത്തോളം മാഷിന്റെ ഒരു ജീവിതാംശം ഉണ്ടാവും? ഒരു 80% വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അത് ഞാൻ കണ്ടതും ഞാൻ അനുഭവിച്ചിട്ടുള്ളതും ഞാൻ അറിയുന്ന ആൾക്കാരെ അനുഭവിച്ചതും അവർ കണ്ടതുമായിട്ടുള്ള കാഴ്ചകളാണ് ഇതുള്ളത്. ഓക്കെ, എല്ലാ ഈ ഓമശ്ശേരിനും ചുറ്റുപാടുള്ള മനുഷ്യന്മാരും അവരുടെ പലരുടെയും സോള് ഞാൻ ഇങ്ങനെ പല ബോഡികളിലായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുത്തതാണ്. കഥാപാത്രങ്ങളുടെ ബോഡിയിലേക്ക് ആ സോളിനെ ഇട്ടുകൊടുത്തതാണ്. അവരൊക്കെ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുക, ജീവിച്ച് മരിച്ചവരായിട്ടുള്ള മനുഷ്യന്മാരാണ്. അപ്പോൾ അതുപോലെ തന്നെ കൂടത്തായി എന്ന് പറയുമ്പോൾ, കാരന്തൂര് പറയുമ്പോൾ, മുക്കം, താമരശ്ശേരി, ഈ പ്രദേശങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ള പ്രദേശങ്ങളാണ്. അപ്പൊ ഞാൻ കണ്ടൊരു സ്ഥലത്തെ കുറിച്ച് എഴുതുമ്പോൾ എനിക്ക് കുറച്ചും കൂടിയും ഒറിജിനാലിറ്റി ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ കഥാപശ്ചാത്തലം എല്ലാ ബുക്കുകളിലും ഞാൻ എന്റെ നാട് തന്നെയാണ് പോർട്രേ ചെയ്യാറ്. കാരണം ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്തെ കുറിച്ചോ കൊല്ലത്തെ കുറിച്ചോ ഒക്കെ എഴുതുമ്പോൾ എനിക്ക് അതിനെ കുറിച്ച് അത്ര ഐഡിയ അല്ലല്ലോ. ഇതാവുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാട് തന്നെയാണല്ലോ. ഇതില് ഏകദേശം 80% ഈ ഒരു കണ്ട കാഴ്ചകൾ തന്നെയാണ്. അതെ, അതിപ്പോ ആൾക്കാർ ഇത് വിചാരിക്കുന്നത് കാശിയെ കുറിച്ചുള്ള ഒരു ഗൈഡായിട്ടാണ് വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ എല്ലാവരും അതെ, അത് ഞാനൊരു എന്താ പറയുക മേമ്പടി പോലെ കാശിന്ന് ഇട്ടിട്ടുള്ളൂ. പക്ഷെ അപ്പോഴും കാശിയാണ് ഇതിൽ എല്ലാവർക്കും ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത്. അതിന്റെ ഒരു എന്താ ആൾക്കാരെ ഇത്രയും ഇഷ്ടപ്പെടാനും കാശി തന്നെയാണ് കാരണം തോന്നുന്നു. യാത്രാവിവരനാണെന്ന് വിചാരിച്ച ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇത് കാശി പോകുന്നുണ്ട്, അതിന് മുമ്പ് ഈ പുസ്തകം ഒന്ന് വായിച്ചാൽ ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ട്, ഇത് കാശി ഗൈഡ് ഒന്നുമല്ല, കാശി വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ചാപ്റ്റേഴ്സിനെ അടുക്കി വെച്ചതെന്ന് വെച്ചാല് ഫസ്റ്റ് ചാപ്റ്റർ ഗംഗയിൽ നിന്ന് ആൻഡ് ലാസ്റ്റ് ഗംഗയിലേക്ക്, അത് മണ്ണിൽ നിന്ന് മണ്ണിലേക്ക് എന്ന് പറയും പോലെ ഗംഗയിൽ നിന്ന് ഗംഗയിലേക്ക് പോകുന്ന ഒരു കഥയാണിത്. ഇതിൽ തന്നെ ഈ കുഞ്ഞമ്മൂനെ കൊല്ലാനുള്ള പകയായിട്ടാണ് ഈ ആമിനെയും അവരുടെ ജീവിക്കുന്നത്. പക്ഷെ ഒരു സുപ്രഭാതത്തില് ബർമേന്ന് വലിയ കാശുമായിട്ട് വരുന്ന സമയത്ത് ഇവർക്ക് ആ പക മറന്നിട്ട് കാശിനോടുള്ള ഒരു അഭിനിവേശം കയറും. ഈ മനുഷ്യന്റെ ബലഹീനതകളൊക്കെ ഭയങ്കര അടിസ്ഥാനപരമായിട്ടുള്ള ബലഹീനതകളൊക്കെ നിങ്ങൾ അതിനകത്ത് ആ ഒറ്റ സ്റ്റേറ്റ്മെന്റ് തന്നെ പറഞ്ഞു. എല്ലായിടത്തും എല്ലാ കാലത്തും ഉള്ളൊരു സാധനമാണ്. ഇത്രയും പകയായിട്ട് നടന്നൊരു മനുഷ്യൻ, ഒരു കുടുംബം കാശ് കണ്ടപ്പോൾ ഓഫ് കോഴ്സ് അത് അതിപ്പോ ഫിക്ഷനിൽ മാത്രമല്ല, സിനിമയിൽ മാത്രമല്ല, റിയാലിറ്റിയിൽ നോക്കും. നിങ്ങൾ അത്രയും വലിയ ശത്രു ആയിരിക്കുന്ന ഒരാൾ നിങ്ങൾക്ക് ഇത്രയും പൈസ കൊണ്ട് വരികയാണെങ്കിൽ കണ്ണ് നമ്മള് മഞ്ഞളിക്കുന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെയാണ് അതിന്റെ കഥാപാത്രങ്ങൾക്ക് സംഭവിച്ചതാണ്. അത് അയൽപക്കക്കാരോടടുക്കും അവര് പ്രശ്നം കാണിക്കുന്നു. ഈ മുനീറിന് എന്തുകൊണ്ടാണ് അതിനകത്ത് ഒഴിവാക്കിയത്? എന്റെ കഥ മുമ്പോട്ട് പോകണമെങ്കിൽ എന്റെ കഥാപാത്രം കുറച്ചുകൂടി സ്റ്റേൺ ആവണല്ലോ. പിന്നെ മാത്രല്ല അയാൾക്ക് എന്റെ പേഴ്സണലായിട്ട് നോക്കുകയാണെങ്കിലും ഞാൻ ഈ മെറ്റീരിയൽ തിങ്സിനോട് എനിക്ക് അത്ര വലിയ അട്രാക്ഷൻ തോന്നിയിട്ടില്ല. ഒരു കുറച്ച് കൂടുതൽ പൈസ നമ്മളെ കയ്യിൽ വരുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ ടെൻഷനാണ്. ഇത് ഞാൻ റെസ്പോൺസിബിൾ ആണല്ലോ ഇത് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇതിന്റെ കയ്യിൽ എന്തിനായിരിക്കും വന്നത് എന്നൊക്കെ ഞാൻ ആലോചിക്കുക. അതേ ഇത് തന്നെയാണ് എന്റെ കഥാപാത്രത്തിന് കൊടുത്തത്. കാശ് ഒരുപാട് വരുന്നതിനനുസരിച്ച് നമ്മൾ ഈ മാത്സ് ഒക്കെ പറയും പോലെ നമ്മുടെ ആ ഒരു
പ്രപ്പോർഷനേറ്റ്ലി ഹാപ്പിനെസ്സും സമാധാനവും കുറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എന്റെ കഥാപാത്രം കാശ് കൊണ്ടുള്ള പ്രശ്നം അയാൾക്ക് വേണ്ട, അല്ലാതെ തന്നെ അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിലൊക്കെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കര ഞെട്ടിക്കുന്നതായിരുന്നു. അതായത് അകത്തേക്ക് കയറി വന്നിട്ട് ഉമ്മറത്തൊരു നായി കയറി പെട്ടെന്ന് ഉമ്മ തിരിഞ്ഞിട്ട് ഇവനെ അനുനയിപ്പിക്കാൻ നോക്കുന്നതും ഇവന്റെ ഒരു അന്നപ്പോഴത്തെ മാനസികാവസ്ഥയൊക്കെ അത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഒരു സാധനമായിരുന്നു ആ പുസ്തകത്തിനകത്ത് വായിച്ച സമയത്ത്. പിന്നെ നോക്കുന്ന സമയത്ത് ഈ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ മുഴുവൻ നമ്മൾ ആ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഈ ഡോം രാജ അങ്ങനെ ഒരു സാധനം തന്നെ മലയാളികൾ ആദ്യമായിട്ട് പക്ഷെ അതെങ്ങനെയാണ് നിങ്ങൾ ഈ ഡോം രാജയൊക്കെ നിങ്ങളൊരു കണ്ടെത്തലാണല്ലോ, അതെങ്ങനെയാണ് നിങ്ങളുടെ യാത്രയിൽ എങ്ങനെയാണ് നിങ്ങൾ അതൊക്കെ അവിടുന്ന് കേട്ട കഥകളിലൂടെയാണ് ഞാൻ ഇങ്ങനെ, അതായത് ഞാൻ പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവിടെ ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് അപ്പ് ചെയ്തിട്ട് ഞാൻ യാത്ര ചെയ്യാറില്ല. ഞാൻ നിൽക്കും അവിടെ കുറച്ചു നേരം താമസിക്കും, കുറച്ച് ദിവസമോ മാസങ്ങളോ താമസിച്ചിട്ട് ആ കൾച്ചർ മൊത്തമായിട്ട് പഠിക്കും. അങ്ങനെ നമ്മൾ ഈ അവിടുത്തെ ലോക്കൽസിനായിരിക്കും കൂടുതൽ കഥകൾ. നമുക്ക് വിക്കിപീഡിയ പറയുന്നതിനേക്കാളും അവിടുത്തെ ആളുകൾ പറയുന്ന കഥകൾക്കായിരിക്കും ആധികാരികത ഉണ്ടാവുക. അപ്പൊ അവിടെ നമ്മൾ ഓരോ വീടുകളിൽ ചെന്നിട്ടും നമ്മൾ ആരെങ്കിലും ഗസ്റ്റ് ആയിട്ട് വിളിക്കുമ്പോഴൊക്കെ നമ്മൾ അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴാണ് അവർ പറയുന്നത് ഇങ്ങനെ ഇന്ന ആളെ കണ്ടിരുന്നോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതാരാ? അത് ഡോം രാജ, ഞങ്ങളുടെ രാജാവാണ് അയാള്. അങ്ങനെ പറയുമ്പോ എന്താ രാജാവിന്റെ പ്രത്യേകത? അപ്പൊ രാജാവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രാജാവ് ചണ്ടാളനാണ്, ലോവർ കാസ്റ്റ് ആണ്. സാധാരണ ഹൈകാസ്റ്റ് ആയിരിക്കും രാജാവ്. രാജാവ് അത് അറിയാതെ പ്രജകളെ തൊട്ട രാജാവ് പോയി കുളിക്കും. അങ്ങനെയായിരുന്നു നമ്മുടെയൊക്കെ വ്യവസ്ഥ. പക്ഷെ നേരെ തിരിച്ചാണ് അവിടെ രാജാവിന് നമ്മൾ അറിയാതെ തൊട്ടുപോയാൽ നമ്മൾ പോയി കുളിക്കും, പ്രജകൾ പോയി കുളിക്കണം. അങ്ങനത്തെ ഒരു വ്യവസ്ഥ ഇന്ത്യയിൽ തന്നെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കാശിയിലായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡോം രാജയുടെ പവർ മരണശേഷമാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ഡോം രാജ വന്നിട്ട് ചിതയില് കൊള്ളി വെച്ചാൽ മാത്രമേ അവർക്ക് മോക്ഷം കിട്ടുള്ളൂ. സോ അങ്ങനെയുള്ള ഒരു ബിസിനസ് ഡീല് പോലെ അതിലിങ്ങനെ കാണാൻ പറ്റുന്നത്. അവരുടെ ബാക്ക് സ്റ്റോറി ഒക്കെ ഭയങ്കര അന്വേഷിച്ചറിഞ്ഞിട്ടുള്ള അവരെ പരക്കെ കല്ലു ഡോം എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ആദി ഗുരുകാരൻ അവര് കാണിച്ചൊരു ചതിയുടെ ബാക്കി പത്രമായിട്ടാണ് അവർക്ക് ശാപം കിട്ടിയ അയാൾ ചണ്ടാളനായി മാറുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോ എനിക്ക് പുരാവൃത്തങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓരോ കഥകൾക്കും ഞാൻ ഇങ്ങനെ ഓരോ മിത്തുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അത് വായനക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പരമാവധി പുരാണങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാശി എന്ന് പറയുമ്പോൾ മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ പരാമർശങ്ങൾ ഉണ്ടല്ലോ, അതുകൊണ്ട് എളുപ്പമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലേ. അതേപോലെ തന്നെ ഈ നരേന്ദ്രമോദിയും ഇവരും തമ്മിലുള്ള ബന്ധം അത് ഫിക്ഷൻ ആണോ? അല്ല, ഫിക്ഷൻ അല്ല, അത് റിയാലിറ്റി ആയതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പലരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് നരേന്ദ്രമോദി അത് പൊളിറ്റിക്കൽ ആക്കാൻ വേണ്ടിയിട്ടാണോ? അതല്ല, അത് ആക്ച്വലി നരേന്ദ്രമോദിയും ഡോം രാജയും പൊളിറ്റിക്കലി ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു റിയാലിറ്റി എഴുതിയ സമയത്ത് അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ, അല്ലാതെ അതിനെ ഞാൻ ഫിക്ഷൻ വൽക്കരിക്കാൻ വേണ്ടിയിട്ട് എഴുതിയതല്ല. പിന്നെ മുനീർ ദർശനം ഇറങ്ങിയിട്ട് പിന്നെ അജ്മീറിൽ ചെന്ന് അവിടുന്ന് നൂറുദ്ദീനായിട്ട് ജീവിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് മുനീർ പൂർണ്ണാനന്ദയാകുന്നുള്ള ഒരു പിന്നെ ഡിസ്ക്രിപ്ഷൻ പുസ്തകത്തിനകത്ത് അങ്ങനെ കാണുന്നില്ല. അത് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ മാറ്റി വെച്ചതാണ്. അതിനൊരു തുടർച്ചയുണ്ട് പുസ്തകത്തിന്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഫാസ്റ്റ് ആയിട്ടൊരു അബ്രപ്റ്റ്ലി എൻഡ് ചെയ്താണ്. ഒരു വായിച്ച സമയത്ത് കുറച്ചുകൂടി എത്തിയിട്ടില്ലല്ലോ എന്ന് തോന്നുന്നു. എല്ലാരും പറഞ്ഞു ലാസ്റ്റ് പെട്ടെന്ന് ഫാസ്റ്റ് ആയി പോയി, അയാൾക്ക് പൂർണ്ണാനന്ദമായിട്ട് ജീവിക്കുന്നത് കുറച്ചുകൂടി അറിയണം എന്ന് താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ആ ഒരു ട്രാൻസിഷൻ മുതൽക്കുള്ള ഒരു കഥയും കൂടി പറയാനുണ്ട്. പൂർണ്ണമായിട്ടില്ല അയാളുടെ കഥ. അപ്പൊ ആ കഥ ഞാൻ വേറെ തന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ്. ചെയ്തോണ്ട് അറിയില്ല, ഇതൊക്കെ കൂടി എഴുതി ഉണ്ടാക്കണ്ടേ. അങ്ങനെ ഏകനായി പോയ മുനീറിന്റെ ഒരു ആത്മാന്വേഷണമാണോ അവസാനം ഈ വാരാണസിയിലെ തെരുവോരങ്ങളിൽ എത്തിപ്പെടുന്നത്? അങ്ങനെയാണോ നമ്മള്? നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാൻ വിചാരിക്കുന്നത് അജ്മീറിലും നാഗൂരും വേളാങ്കണ്ണിയും ബുദ്ധഗയയിലും ഒക്കെ പോയിട്ടുണ്ട്. ഫൈനലി അദ്ദേഹം ഇവിടെ എത്തിപ്പെടുന്നത് വാരണാസിയിലാണ്. വാരണാസിയിൽ എത്തിയ സമയത്ത് വാരണാസിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് എല്ലാരെയും സ്വീകരിക്കുന്ന ഒരു സ്ഥലമാണത്. അവിടെ ജാതി മതമൊന്നും നോക്കൂല. ആൾക്കാർക്ക് മനുഷ്യനും മൃതദേഹം ഈ രണ്ട് സാധനം മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ജാതി അങ്ങനൊന്നും തിരിക്കാനുള്ള സമയമില്ല ആൾക്കാർക്ക്. അവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, ഏത് വേഷത്തിൽ വേണമെങ്കിലും, ആരും നമ്മൾക്ക് ജഡ്ജ് ചെയ്യില്ല. അപ്പോ അയാൾക്ക് ഒരു പക്ഷെ എല്ലാത്തിനും ഹൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം. എന്റെ അഭിപ്രായം, ഞാൻ ഈ കാശിയെ മഹത്വവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ ചീത്തറിയും. ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ ഉഡായിപ്പന്മാര് അടിഞ്ഞുകൂടുന്ന സ്ഥലമാണ് കാശി. ഏറ്റവും കൂടുതൽ വ്യാജസിദ്ധന്മാര്, വ്യാജ സന്യാസിമാര്, ഇതൊക്കെ ഒരു 90% ആൾക്കാരും ഉഡായിപ്പന്മാരാണ്, പൈസക്ക് വേണ്ടി മാത്രമാണ്. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ എന്താ
വേൾഡ്ലി ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആൾക്കാർ കടം പറ്റിക്കല് ഇതൊക്കെ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് ഓടി ഒളിച്ചിട്ട് അവിടെ പോയിട്ട് സന്യാസിമാരായിട്ടുള്ള എത്രയോ മനുഷ്യന്മാരെ എനിക്കറിയാം. അപ്പൊ അങ്ങനെയാണ് അതിന്റെ കഥ. സിനിമകളിലൊക്കെ തന്നെ നമ്മൾ കാണാറുണ്ടല്ലോ. ഈ ഒറിജിനൽ സന്യാസിമാര് അല്ലെ അഘോരികൾ എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ട്രീറ്റിൽ വന്നിരുന്ന് കോപ്രായം കാണിക്കുന്നവരൊന്നുമല്ല. അവര് ഹൈ ആൾട്ടിറ്റ്യൂഡില് ഹിമാലയാസിലോ അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന മനുഷ്യന്മാര്. അവരൊന്നും ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് ഡാൻസ് കളിച്ചിട്ട് ആൾക്കാരോട് പൈസ അങ്ങനത്തെ, അതായത് പിന്നെ അഘോര സന്യാസം എന്നൊക്കെ പറയുമ്പോൾ എല്ലാ പ്ലഷറും ഉപേക്ഷിച്ചിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് അത്രയും തീവ്ര ധ്യാനത്തിലിരിക്കുന്ന മനുഷ്യന്മാർ. അവർക്ക് പൈസ കൊണ്ട് എന്ത് ചെയ്യാൻ? അവർക്ക് പൈസന്റെ ആവശ്യമില്ല. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. കാരണം എനിക്ക് കാണണമെന്നുണ്ട്. പക്ഷെ നമ്മളെന്തിനാ അവരുടെ തപസ്സിന് ഭംഗം വരുത്തുന്നത് വിചാരിച്ചു. നമുക്ക് അവരെ കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അതെ 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 അതെ. അതേപോലെ ഈ പുസ്തകം 1.5 വർഷത്തോളായിട്ട് നിങ്ങളുടെ കട്ടിലിന്റെ അടി കട എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനത് ഒരു മോട്ടിവേഷൻ ആയി ഇപ്പൊ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്. കാരണം നമ്മളിപ്പോ ഒരു ഹാർഡ് വർക്ക് ചെയ്തു, അതിന് റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ സങ്കടപ്പെടണ്ട. മേ ബി അതിന്റെ റൈറ്റ് ടൈം ആയിട്ടുണ്ടാവില്ല. അപ്പൊ 1.5 വർഷം ഈ സാധനം ഇതിന്റെ അടിയിൽ ഇങ്ങനെ കിടക്കുമ്പോ ഈ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഉമ്മ പറയും ആ സാധനം ഒന്ന് മാറ്റി തന്നാ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഇതെടുത്ത് ആർക്കെങ്കിലും കൊടുത്തുവിടാന്ന് പറയും. അപ്പൊ ഞാൻ പറയും അവിടെ നിൽക്കട്ടെ, ആരെങ്കിലും വരും, ഏതെങ്കിലും ഒരു കാലത്ത് ഈ പുസ്തകത്തിലേക്ക് ആൾക്കാർ വരുന്നു എങ്ങനെ തമാശക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് 1.5 വർഷം കഴിഞ്ഞു ആൾക്കാർ തേടി വരാന്ന്. ഇപ്പൊ സത്യം പറഞ്ഞിട്ട് കൊടുക്കാൻ കോപ്പില്ല. ഓരോ എഡിഷൻ അടിക്കുമ്പോഴേക്കും അത് തീർന്നു പോവുകയാണ്. അത്രയ്ക്ക് ഡിമാൻഡിൽ സാധനം പോവാ. സോഷ്യൽ മീഡിയ അതെ. ഇതിപ്പോ ഡിമാൻഡ് ഇല്ലാത്തതിന്റെ പുറത്താണ് അങ്ങനെ കട്ടിലിന്റെ അടിയിൽ ആ സമയത്ത് ഞാൻ പലർക്കും ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്തൊന്ന് വായിക്കോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ വെച്ചേക്കെന്ന് പറയൂ, ആരും വായിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് ഒരു കോപ്പി തരുമോന്ന് വെച്ചിട്ട് സത്യം പറഞ്ഞപ്പോ എന്നെ കൊടുക്കാനുണ്ടാവാറില്ല. ഇപ്പോഴും പെൻഡിങ് 200-250 കോപ്പീസ് ഓർഡേഴ്സ് പെൻഡിങ് ആണ്. ഞാൻ ഇനി അഡ്രസ് എഴുതി പാക്ക് ചെയ്യാൻ ഞാൻ 2 സ്റ്റുഡൻസിനെ എംപ്ലോയ് ചെയ്തിട്ടുണ്ട് എന്റെ കൂടെ അടുത്ത വലത്ത് അഡ്രസ് എഴുതാനും പാക്ക് ചെയ്യാനും. അതിന് മാത്രം എന്റെ പേഴ്സണൽ കോപ്പീസ്. അതുപോലെ തന്നെ ലിബി പബ്ലിക്കേഷൻസ് ആണ് ചെയ്തത്. ലിബിന്ന് കോപ്പീസ് പോകുന്നുണ്ട്. അല്ലാതെ തന്നെ പല ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും പുസ്തകങ്ങൾ സെല് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഇതിനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റ് കാശിന്റെ ഒരു പോസ്റ്റ് ചെയ്തു. അതിന്റെ ലാസ്റ്റ് അതും ഞാൻ കാശി, അതായത് ഇൻസ്റ്റഗ്രാമിൽ ഒന്നും എനിക്ക് ഇടാനുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പഴയ കുറച്ച് വീഡിയോസ് ഉണ്ട്, അത് കാശിന്റെ ഒരു വീഡിയോ ഇട്ടേക്കാൻ വിചാരിച്ചു. എന്നിട്ട് അതൊരു 50 സെക്കൻഡ്സ് ഉള്ള വീഡിയോ ആണ്. ലാസ്റ്റ് 10 സെക്കൻഡ്സിൽ ഞാൻ പറഞ്ഞു ഈ കാശിയെ കുറിച്ച് കൂടുതൽ അറിയാൻ നൂറുൽ മുനീർ പൂർണ്ണാന്ത എന്ന പുസ്തകം അത് വായിക്കുമെന്ന്. അതിട്ടിട്ട് ഞാൻ ഉറങ്ങി. രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് അറൌണ്ട് 500K ഒക്കെ ഒറ്റ ദിവസത്തിൽ പോയിട്ട്, ബ്രോ ഈ ബുക്ക് എങ്ങനെ കിട്ടും, ഈ ബുക്ക് എങ്ങനെ കിട്ടും, എവിടെ കിട്ടും. ഞാൻ ചോദിച്ചു ഇതെന്താ സംഭവം. നോക്കുമ്പോ അത്രയും മെസ്സേജസ് ഇങ്ങനെ വരിക. ഒറ്റ ദിവസം തന്നെ 500 കോപ്പീസ്, നെക്സ്റ്റ് ഡേ 500 എന്ന് പറഞ്ഞിട്ട് കോപ്പീസ് ഇങ്ങനെ നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതാ അപ്പൊ കാശിയാണ് അതിന്റെ ഒരു നിമിത്തമായത് അപ്പൊ പറഞ്ഞു വരുന്നത്. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ നിങ്ങളെ പറഞ്ഞ ഈ പർട്ടിക്കുലർ റീൽ ഉണ്ടല്ലോ, വൈറലായി ഭയങ്കര തെറി കേട്ടിട്ട് അതിന്റെ അടിയിലൊക്കെ വന്ന കാരണം ഈ കമന്റുകളാണ് ഈ പുസ്തകത്തിന്റെ ഒളിയ അജണ്ടകള് അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരോട് നിങ്ങൾക്ക് എന്താ പറയാ? ഞാൻ ആദ്യമൊക്കെ എന്തൊക്കെയോ മറുപടി കൊടുക്കുകയായിരുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ ചെയ്യാം, ഒന്ന് ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ വായിക്കൂല, ഇങ്ങനെ ആക്കി ഞാൻ. കാരണം അത് വായിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ നെഗറ്റിവിറ്റി നമ്മളെ ഉള്ളിൽ കയറല്ലേ, എന്തിനാ വെറുതെ ഉള്ള സന്തോഷം കളയുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് നോക്കാറേ ഇല്ല. വല്ലപ്പോഴും ഏതെങ്കിലും ഒന്ന് കണ്ട അപ്പൊ തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്ത് തരുന്ന. പിന്നെ അല്ലെങ്കിൽ ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യുക, എന്റെ ആവശ്യം നമ്മളെ സമയം പോകും. കാരണം അവരൊന്നും ഒറിജിനൽ പ്രൊഫൈലിൽ വന്ന മനുഷ്യന്മാരൊന്നും അല്ല. അവരൊക്കെ വെറുതെ ഒരു പ്രൊപ്പഗാൻഡന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ടൈപ്പ്, വേറെ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാന് എന്റെ സമയം എന്തിനാ അപ്പൊ അവർക്ക് മറുപടി കൊടുത്തിട്ട്, കാരണം അതിന്റെ അടിയിൽ വേറെ ആൾക്കാർ മറുപടി കൊടുക്കുന്നുണ്ട്. അവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൊടുക്കും. സത്യം. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാനിപ്പോ കുംഭമേളന്റെ ഇട്ട സമയത്തും ഇതേ പ്രശ്നമായിരുന്നു. കുംഭമേള ഇട്ട സമയത്ത് പ്രാകൃത മനുഷ്യര് മറ്റേത് മറിച്ച് പറഞ്ഞിട്ട് അത് ഞാൻ എന്ത് പറയാ, എനിക്കറിയില്ല എന്താ പറയണ്ടെന്നുള്ളത്. ഇങ്ങനത്തെ പ്രാകൃതമായിട്ടുള്ള ആചാരങ്ങൾ എല്ലാ മതങ്ങളിലും ഉണ്ട്. അപ്പൊ ഇത് പറയുന്ന ആൾക്കാര് അത് മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഉണ്ടാവും അപ്പുറത്തെ ആള് പറയും നിങ്ങളുടെ ഇതില്ലേ അതില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അതില്ലേ എന്ന് ചോദിച്ചിട്ട് പരസ്പരം ചെളി വാരി എറിയാം. അതാണ് സംഭവിക്കുന്നത്. അതേപോലെ നിങ്ങളുടെ കുറച്ച് മുമ്പത്തെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഉണ്ടായിരുന്നു, നമ്മുടെ ഈ ചുറ്റുവട്ടത്തെ ഈ പേരുകൾ, ഇപ്പൊ ഞാൻ നമ്മുടെ ഈ പുസ്തകത്തിനകത്തുണ്ട് കൊടുവള്ളിക്ക് നമ്മൾ പണ്ട് കൊരുവില്. അതേപോലെ തന്നെ ഈ പഴയ കാലത്ത് നമ്മളെ ഈ കൊളോക്കിയലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറെ വീടുകളൊക്കെ ഇതിനകത്തുണ്ട്. അത് ബോധപൂർവം തന്നെ എനിക്ക് നിർബന്ധമാണ്. കാരണം ഞാൻ ആദ്യം ഓർമ്മകളും തേടി എന്ന് പറഞ്ഞ നോവൽ എഴുതിയിട്ടുണ്ട്.
അത് കംപ്ലീറ്റ്ലി ഇവിടുത്തെ ഡയലക്ട് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് അത്ര ഈ പറഞ്ഞ പോലെ ആരും വായിച്ചിട്ടൊന്നുമില്ല, ഇപ്പോഴും അതിന്റെ സമയമായിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് നമ്മളിപ്പോ സംസാരിക്കുന്ന ഭാഷ ഭയങ്കര അച്ചടിച്ച ഭാഷ, അത് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോകാനുള്ളതായതുകൊണ്ട്. അതേസമയം എന്റെ കഥാപാത്രം ഇവിടുത്തെ മനുഷ്യന്മാര് ഇവിടെ നീ എങ്ങോട്ടാ പോകുന്നതെന്നല്ല, നീ എട്ടാടാ പോണേ, ഇങ്ങോട്ട് കയറി വാടോ എന്നുള്ളതാണ് നമ്മുടെ സംസാരം. അപ്പൊ എന്റെ കഥാപാത്രം അത് തന്നെ സംസാരിക്കുന്ന നിർബന്ധമാണ്. മാത്രല്ല പുതിയൊരു തലമുറക്ക് കുറെ വാക്കുകൾ നഷ്ടപ്പെട്ടു. ഈവൻ എനിക്ക് തന്നെ കിട്ടിയത് വളരെ കുറച്ചായിരിക്കും. അപ്പൊ ഇനിയുള്ള തലമുറക്ക് ഇത്രയും കിട്ടൂല. അതുകൊണ്ട് അതിലുള്ള ലോക്കലായിട്ടുള്ള പദങ്ങള്, പ്രയോഗങ്ങള് മാക്സിമം ഞാൻ ഇതിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊരു മ്യൂസിയം ആക്കണം. എന്റെ പുസ്തകം ഇസ് എ മ്യൂസിയം ഓഫ് വേർഡ്സ്. നഷ്ടപ്പെട്ടു പോകുന്ന വാക്കുകളൊക്കെ ഞാൻ ഇങ്ങനെ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോ ചെത്ത് വഴി എന്ന് പറയും, ചെത്തൈ എന്ന് പറയും, അത് ചെത്ത് വഴി എന്നുള്ള രീതി. അങ്ങനെ പല പ്രയോഗങ്ങളും ഇപ്പോഴത്തെ കുട്ടിയെന്നില്ല, ഈ ഒരു യങ്സ്റ്റേഴ്സിനൊന്നും ചോദിച്ചാൽ അറിയലുണ്ടാവില്ല. ഇല്ലല്ല, നമ്മളാരും കുളുപ്പ്, അതെ, പിറുക്ക, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഞാൻ വിചാരിക്കാം, ഞാൻ മാക്സിമം ശേഖരിച്ചിട്ട് ഈ പുസ്തകത്തിലെങ്കിലും അടയാളപ്പെടുത്തി വെക്കാലോ. പിന്നീട് ഏതെങ്കിലും കാലത്ത് ആർക്കെങ്കിലും യൂസ് ചെയ്ത്. അതുപോലെ തന്നെ പിന്നെ വേറെന്തോന്നും കൂടി പറയണ്ടായിരുന്നു എന്റെ കൂടെ, ഞാൻ മറന്നുപോയി. ഞാൻ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു എനിക്ക് വായിച്ച സമയത്ത് അത്ര ഭയങ്കര രസം തോന്നി. കാരണം ഞാൻ എന്റെ നാട്ടിലുള്ള ഒരാളുടെ കഥ എങ്ങനെ കേൾക്കുന്ന പോലത്തെ. അതെ, എനിക്ക് പേടി എന്താ വെച്ചാൽ പുറത്തുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, എല്ലാവരും ചെറിയ ഫുഡ് നോട്ട്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒഴുക്കിൽ വായിക്കുന്ന സമയത്ത് ഇതായിരിക്കും നമുക്ക് മനസ്സിലാവും. ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഭാഷ ഒരു പ്രശ്നമല്ല. സിനിമയിലാണെങ്കിലും ഇപ്പം കാസർഗോഡൻ ഭാഷ സിനിമ വരുന്നുണ്ട്, കണ്ണൂരിന്റെ ഭാഷ വരുന്നുണ്ട്, കോഴിക്കോടൻ ഭാഷയിൽ വരുന്നുണ്ട്. അപ്പൊ നായികനും നായികയൊക്കെ എവിടെയാണോ ജീവിക്കുന്നത് ആ ഭാഷയിലാണ് സംസാരിക്കുന്നത്. പണ്ട് അങ്ങനെയല്ല, എല്ലാവരും ഇതുപോലത്തെ അച്ചടി ഭാഷ മാത്രം സംസാരിക്കുന്ന ഒരു കാലം, വള്ളുവനാടൻ സ്ലാങ് മാത്രം യൂസ് ചെയ്യുന്നൊരു, അതൊക്കെ മാറി. പിന്നെ അതേപോലെ മുമ്പ് സുനിൽ പ്രിയയുടെ മാഷിന്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കലർപ്പുകളില്ലാതെ, കൂടിക്കലർച്ച ഇല്ലാതെ ഒരു മതവും ഒരു ദൈവവും ഒന്നും ഇല്ലാതെ. പക്ഷെ ഈ പുസ്തകത്തിനകത്തേക്ക് വരുമ്പോ നമ്മള് കടപ്പാ തങ്ങളെ കാണുന്നുണ്ട്, പൊട്ടൻ തെയ്യത്തിനെ കാണുന്നുണ്ട്, പിന്നെ അതേപോലെ ചെറിയാറ്റൻ ദൈവത്തിനെ കാണുന്നുണ്ട്, മുഹിദ്ദീമാലെ കേൾക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഈ പുസ്തകത്തിലൂടെ നിങ്ങൾ സൊസൈറ്റിക്ക് കൊടുക്കുന്നതും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ? ഞാൻ അതിൽ തന്നെ പറയുന്നുണ്ട്. അതായത് തെയ്യത്തിന് പോകുന്ന സമയത്ത് കിട്ടുന്ന നെയ്യപ്പവും അതുപോലെ തന്നെ നേർച്ചക്ക് കിട്ടുന്ന കുണ്ടൻ പിഞ്ഞാണത്തിലെ പായസം, ഇതായിരുന്നു അവർക്ക് മതം. പ്രത്യേകിച്ച് ഒരു മതത്തിന്റെ ഒരാൾക്കോട് കാണുന്നില്ല. കാരണം ഇങ്ങനെ തന്നെ ആയിരുന്നു നമ്മുടെ ഈ നാടൊക്കെ, ഇങ്ങനെ തന്നെ ആയിരുന്നു. കാരണം ഉത്സവത്തിന് ഇവിടുത്തെ എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് പോകുന്ന ഒരു കാലം, നേർച്ചക്ക് എല്ലാ ആണും ഹിന്ദുവും ഒക്കെ പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നാണ് എല്ലാവരും വേലി തിരിച്ച് കുറച്ചും കൂടി നമ്മുടെ എന്നുള്ള രീതിയിലേക്ക് മാറിയത്. അത് എല്ലാ ഗ്രാമങ്ങൾക്കും ഈ ഒരു സ്വഭാവം തന്നെയായിരുന്നു. ഇപ്പോഴും ഉണ്ട്, ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അതിപ്പോ ഉടനെ തന്നെ ആൾക്കാരെ അങ്ങ് ഇല്ലാതായിക്കോളും. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മള് കുറെ വിഷയങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്, ആളുകള് ഭയങ്കരമായിട്ട് ഇതിനെതിരെ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് അടുത്ത ചോദിക്കാനുള്ള ഇത് തന്നെയാണ്, എല്ലാ മതങ്ങളും അതിന്റെ പൗരോഹിത്യം അങ്ങേയറ്റം ധ്രുവീകരണമാണ് ഇപ്പം വിശ്വാസികളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാഷിന്റെ ഒരു സ്പിരിച്വൽ ജേണി, സ്വന്തം നേടിയുള്ള യാത്ര എങ്ങനെയാണ്? ഒരു പിന്നെ സത്യമാണോ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ പറ്റുന്നത്? അങ്ങനെ വെച്ചാൽ എല്ലാരും ഇപ്പൊ ഞാൻ ഈ കാശിനെ കുറിച്ച് എഴുതുന്ന സമയത്ത് ആൾക്കാര് ഇങ്ങനെ ചോദിക്കോ, എന്തോന്നാടേ കാശിനെ കുറിച്ചൊക്കെയാണ്, എനിക്ക് വേറെ എന്തിനെ കുറിച്ചൊക്കെ, അജ്മീറിനെ കുറിച്ച് എഴുതിക്കൂടെ, മദീനനെ കുറിച്ച് എഴുതിക്കൂടെ എന്നൊക്കെ. നമ്മളിപ്പോ കാശി പോയാലോ ഒരു രുദ്രാക്ഷമാല കൈ പിടിച്ചാലോ ഒന്നും നമ്മുടെ ഐഡന്റിറ്റി മാറുന്നില്ല. പഠിച്ചോ നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. നമ്മളിപ്പോ ഇവിടെ അങ്ങനെ, ഞാൻ ഇപ്പൊ ഇന്ന് രാവിലത്തെ സ്പീച്ചില് നമ്മുടെ കാലിക്കറ്റിന്റെ സ്ട്രീറ്റ്സ് ഓഫ് കാലിക്കറ്റ് നടത്തി അതില് പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോ ഈ പറയുന്ന കാര്യങ്ങളാണ് ഈ പഠിച്ചവനെ അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ലോകം ഭയങ്കര രസമായിരിക്കും. കാരണം ഉള്ളില് കാണുന്നത് പഠിച്ചവനല്ലേ കാണുന്നുള്ളൂ. നമ്മള് ഐ ലവ് യു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോഴും നമ്മുടെ മനസ്സ് എപ്പോഴാ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാന്നായിരിക്കും മനസ്സിലുണ്ടാവുക. അപ്പം എല്ലാവരുടെയും ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് ഇപ്പം പറഞ്ഞിട്ട്, അതായത് ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ജയ് ശ്രീറാം എന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ അടിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്ന ഒരു കാലം. അപ്പോ തോക്കിന്റെ മുമ്പിൽ നിന്നിട്ട് ജയ് ശ്രീറാം പറഞ്ഞാൽ ചിലപ്പോ ഞാൻ പറഞ്ഞു. കാരണം അവിടെ അല്ലാതെ ഞാൻ അങ്ങനെ പറയുന്നോണ്ട് എന്റെ മതം ഇല്ലാതായി പോകുന്നില്ല. കാരണം പഠിച്ചോനറിയാം ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞെന്നുള്ളത്, അവിടെ എനിക്ക് നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞാന്നുള്ളത്. അപ്പോ എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാനിങ്ങനെ എന്തെങ്കിലും ഒന്ന് പിന്നെ ഒരു ആചാരത്തെ കുറിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു ടെമ്പിളിനെ കുറിച്ചോ അല്ലെങ്കിൽ ചർച്ചിനെ കുറിച്ചോ പറയുമ്പോഴൊന്നും
ഞാൻ അടിസ്ഥാനപരമായിട്ട് ഒരു മുസ്ലിം വിശ്വാസിയാണ്, നിസ്കരിക്കുന്ന മനുഷ്യനാണ്, നോമ്പ് വിൽക്കുന്ന മനുഷ്യനാണ്, പിന്നെ നബിദിനത്തിന് പിരിവിന് പോകുന്ന മനുഷ്യനാണ്, നബിദിനത്തിന് സ്റ്റേജിൽ പോയി എല്ലാം ചെയ്യുന്ന മനുഷ്യനാണ്. ഇതിലൊന്നും എനിക്കൊരു കലർപ്പും വന്നിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ മതത്തെ അടിയുറച്ച് വിശ്വസിക്കുന്നതിനൊപ്പം മറ്റു മതങ്ങളെ ഞാൻ കാണുന്നുണ്ട്, അവരിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഞാൻ അന്വേഷിക്കുന്നുണ്ട് എന്താണ് അവരൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ അത് ഫോളോ ചെയ്യാനോ ക്രിട്ടിസൈസ് ചെയ്യാനോ ഒന്നും പോകുന്നില്ല. എന്തൊക്കെയോ നമുക്ക് യുക്തിക്ക് നിരക്കാത്ത പലതും കാണാൻ പറ്റും, നമ്മളേലും കാണാൻ പറ്റും, പുറത്തുനിന്നും കാണാൻ പറ്റും. പക്ഷെ ഞാൻ അതിന് എന്തോ നാടേ എന്ന് ഞാൻ ചോദിക്കാറില്ല. ഇറ്റ്സ് അവരുടെ വിശ്വാസമാണത്. അവരുടെ വിശ്വാസം അവർക്ക് എത്രമാത്രം ബലപ്പെട്ടതായിരിക്കും നമുക്കറിയാം. നമ്മുടെ ഒരു കാര്യത്തെ കുറിച്ച് അവര് പറയാടാ അങ്ങനെയൊന്നും ഇല്ലടോ എന്ന് പറയുമ്പോ അതെ, ലക്കും ദീനിക്കും വലിയത് അത്രേ ഉള്ളൂ. ഞാൻ അവരെ പോകുന്നു, കാണുന്നു, സംസാരിക്കുന്നു. ഉത്സവത്തിനാണെങ്കിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്, അവിടുന്ന് ഭക്ഷണം തന്നാൽ ഞാൻ കഴിക്കും, തിരിച്ചു പോരും. അതായത് എനിക്ക് അവിടുന്ന് ഫുഡ് കിട്ടി, ഞാൻ കഴിച്ചു പോകുന്നു. അല്ലാതെ ഞാനത് ഒരു പ്രസാദമാണെന്നോ അല്ല ഇന്ന ദൈവത്തിന് അതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഹാപ്പിനെസ് അവർക്ക് നമ്മൾ അപ്പൊ ഞാൻ വിചാരിക്കും ഒരു മതത്തിന്റെ അംബാസിഡർ ആണ് നമ്മളൊക്കെ ഓരോരുത്തരും. ഞാൻ എങ്ങനെയാണ് മറ്റൊരു മതസ്ഥനോട് ബിഹേവ് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ എത്ര നന്നായിട്ട് അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ഞാൻ എത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നനുസരിച്ചിട്ടായിരിക്കും അവർ എന്നിലൂടെ എന്റെ മതത്തെ ജഡ്ജ് ചെയ്യുന്നത്. അല്ലാതെ ഇതിൽ കിടന്നിട്ട് മനുഷ്യന്മാരിങ്ങനെ വലിയ ഘോരം പ്രസംഗിക്കുന്നുണ്ട്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇങ്ങനെ പാടില്ല, അങ്ങനെ അത് പറയും തോറും ആൾക്കാർക്ക് അതിനുള്ള ഹേറ്റ്രഡ് കൂടുക. ഇസ്ലാം എന്നല്ല, ഏതൊരു മതത്തെ കുറിച്ച് പറയുമ്പോഴും അതിനുള്ള ഹേറ്റ്രഡാ കൂടുന്നത്. നമുക്ക് അത് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിലൂടെ കാണിച്ചു കൊടുക്കുക, ദിസ് ഇസ് ഇസ്ലാം, അല്ലെങ്കിൽ ദിസ് ഇസ് ഹിന്ദുയിസം, അല്ലെങ്കിൽ ദിസ് ഇസ് ക്രിസ്ത്യാനിറ്റി എന്നുള്ളത് നമ്മുടെ ലൈഫ് കണ്ടിട്ട് അയാൾ കൊള്ളാലോ, നല്ല മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ആൾക്കാർക്ക് അതിനോടൊരു അട്രാക്ഷൻ വരിക. പറഞ്ഞ റീലിൽ തന്നെ ലേൺ ഇസ്ലാം ബ്രോ എന്ന് പറഞ്ഞൊരു കമന്റ് കൊടുത്തിട്ടുണ്ട്. അതെ, ലേൺ ഹിന്ദുയിസം ക്രിസ്ത്യാനിറ്റി എന്നും പറഞ്ഞിട്ട്, ലേൺ ഹ്യൂമാനിറ്റി എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ പഠിച്ചത് മാത്രമാണ് സത്യം, അല്ലെങ്കിൽ അതിനപ്പുറം മറ്റൊന്നുമില്ല, ആരും ശരിയല്ല, നിങ്ങളൊക്കെ നരകത്തിലേക്കാന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോ അത് സമൂഹത്തിൽ എത്രമാത്രം ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത്. നമ്മൾ സ്വൈര്യമായി ജീവിക്കുന്ന മനുഷ്യന്മാരെ ആ സ്വൈര്യത ഇല്ലാതാക്കുന്നത് ഇത്തരം കമന്റ് ഇടുന്ന ആൾക്കാരാണ്. അവർ വിചാരിക്കുന്നത് അവരിപ്പോ വലിയ മതത്തിന് വേണ്ടിയിട്ട് അത്രയും വലിയൊരു ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരാണ് ഏറ്റവും വലിയ നെഗറ്റിവിറ്റി ചെയ്യുന്നത്. അവരെ കാരണമാണ് ഇത്രയും ഹേറ്റ്രഡ് സ്പ്രെഡ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഹേറ്റഡ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇടം നടന്നുണ്ട്. ഓഫ് കോഴ്സ്. ഈ അബ്ദു എന്ന് പറഞ്ഞ കഥാപാത്രം യഥാർത്ഥത്തിൽ ഉള്ള ആളാണ്? ഇല്ല, അബ്ദുവിനെ എനിക്ക് കിട്ടിയത്, അബ്ദുവിന്റെ മരണം എനിക്ക് കിട്ടിയത് എന്റെ ഉമ്മ പറഞ്ഞ കഥയാണ്. അവരുടെ നാട്ടിൽ പണ്ട് ചെറുപ്പകാലത്ത് അബ്ദു എന്നല്ലാന്ന് തോന്നുന്നു അയാളുടെ പേര്, പട്ടി കടിച്ചൊരു സംഭവം ഇങ്ങനെ പറയാറുണ്ട്, പണ്ടും ഇങ്ങനെ കഥ കേൾക്കലുണ്ടായിരുന്നു. അപ്പോ ആ കഥ എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു കഥാപാത്രത്തിനെ പട്ടി കടിപ്പിക്കണം. അങ്ങനെ ഞാൻ അബ്ദുവിനെ ആ പട്ടിയെ കൊണ്ട് കടിപ്പിച്ചതാണ്. അപ്പോ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു റൂമിൽ ഇങ്ങനെ ചെയ്തതും, ആ കഥകളൊക്കെ എന്റെ മനസ്സിലുണ്ട്. ഇതിലുള്ള പല കഥകളും എന്റെ ഉമ്മ പണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകൾ ഞാൻ ഇങ്ങനെ എന്റെ ബ്രെയിനിലെല്ലാം സ്റ്റോർഡ് ആണ്. അപ്പൊ അതിങ്ങനെ ഓരോ അവസരം കിട്ടുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എഴുതി വെക്കാണ്. അത് ഇല്ല, അതൊരു എന്നെ സിനിമ അല്ല, ഈ ഒരു പുസ്തകത്തിന് എല്ലാം നെഗറ്റീവ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അതും നെഗറ്റീവിലാണ് എൻഡ് ചെയ്യുന്നെങ്കിൽ എന്നാലും അപ്പൊ എനിക്ക് ഞാൻ പണ്ട് മുതൽക്കേ എപ്പൊ കഥ എഴുതിയാലും അതിന് ലാസ്റ്റ് മരണമായിരിക്കും ഉണ്ടാവുക. അപ്പോ ഒരു ശുഭപര്യവസായി ആയിട്ടുള്ള ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടില്ല ഇതുവരെ. അപ്പോ എത്ര നന്നായി പ്രണയിച്ചാലും അവര് മരിക്കും ലാസ്റ്റ്. മാഷിന്റെ സ്വപ്ന യാത്രകൾ എങ്ങനെയാണ്? ഇനിയിപ്പോ വാരണാസി യാത്ര വീണ്ടും ഉണ്ട്. അതായത് എന്നോടൊപ്പം യാത്ര ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഡിസംബറില്. പറ്റും അറിയില്ല, ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. അത് എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ ഗ്രൂപ്പിൽ കൊണ്ടുപോകാനൊന്നും ഒട്ടും താല്പര്യമില്ല. എന്താ വെച്ചാല് ഞാൻ എന്റെ വഴിക്ക് പോകുന്ന മനുഷ്യനാണ്. പക്ഷെ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ പോകും. പക്ഷെ എന്നാലും ഞാൻ എന്റേതായിട്ടുള്ള രീതിയിലൊരു യാത്ര എപ്പോഴാ പോവാന്ന് എനിക്കറിയില്ല. അത് ഒരു വിളി വരുമ്പോ ഞാനൊക്കെ ഇറങ്ങലാ. എനിക്ക് ഒരാഴ്ചയിൽ ഒരാഴ്ചക്ക് വീട്ടിലിരുന്ന അപ്പൊ തന്നെ നെക്സ്റ്റ് വീക്ക് ഒരു യാത്ര പോയില്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാണ്. അതെ, കാരണം എപ്പോഴും മനസ്സിങ്ങനെ പറയാണ് ദിസ് ഇസ് നോട്ട് മൈ ഡൊമൈൻ എന്നെ മനസ്സിങ്ങനെ പറയാണ്. എന്റെ വൈഫ് ഇങ്ങനെ പറയുന്നു, അതായത് അവൾക്ക് ഭയങ്കര സങ്കടമായി ഞാൻ യാത്ര പോകുന്നതല്ല കേട്ടോ, ഇതല്ല ഞാൻ ഡിസേർവ് ചെയ്യുന്ന പൊസിഷൻ എപ്പോഴും പറയും. കാരണം അവിടെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ കുറിച്ച് ഇങ്ങനെ പറയും, നിസാർ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു, കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു, പാട്ടുപാട് മറ്റേ അങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും അല്ല നിസാറിന്, ഇതൊന്നും അല്ല നിസാറിന് ഇതിനപ്പുറം അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ ഞാൻ പറയും അത്ര ഒന്നല്ല, ഇത് ഇപ്പൊ കിട്ടുന്നതിന് വലിയ ബോണസാന്ന് പറയും. പക്ഷെ അവളെപ്പോഴും പറയും ഇതല്ലട്ടോ നിങ്ങളുടെ റേഞ്ച് ഇതല്ല, നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ട് അതിങ്ങനെ പറയായിരുന്നു. ആൻഡ് മേ ബി ഇത്
അത് അവളിങ്ങനെ നിരന്തരം ഇങ്ങനെ പുഷ് ചെയ്യും, ട്രൈ മാൻ ട്രൈ ഹാർഡ് ഇങ്ങനെ പറയുന്നു. ഒരു പക്ഷെ അതായിരിക്കാം ഇപ്പോ പ്രൂവ് ചെയ്തിട്ടുള്ളത്. സോ ഐ എം ഓൾവേസ് താങ്ക്ഫുൾ ടു ഹർ. നമ്മുടെ മ്യാൻമാർ യാത്രക്ക് എന്താ സംഭവിച്ചത്? മ്യാൻമാർ യാത്രക്ക് എന്താ സംഭവിച്ചത് വെച്ചാൽ, മ്യാൻമാറും ഇന്ത്യയും തമ്മിൽ ആഭ്യന്തര പ്രശ്നങ്ങളുള്ള, മ്യാൻമാർ ഇന്ത്യയും തമ്മിലല്ല, അവിടെ ആഭ്യന്തര പ്രശ്നം ഉള്ളത് കൊണ്ട് വിസ അനുവദിക്കുന്നില്ല. അപ്പോൾ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയും കൂടിയായി. ഞാൻ വിചാരിച്ചത് നമ്മളിങ്ങനെ പോയിട്ട് മണിപ്പൂർ ആ ഭാഗങ്ങൾ നോർത്ത് ഈസ്റ്റ് കവർ ചെയ്തിട്ട് അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കോറിഡോർ ഉണ്ട്, ഒരു 16 കിലോമീറ്റേഴ്സ് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ ആ കോറിഡോറിലൂടെ പോയിട്ട് ജസ്റ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അവിടെ അത്രയ്ക്കും പ്രശ്നം, പിന്നെ ഈ റോഹിംഗ്യൻ ഇഷ്യൂ ഒക്കെ ആ മൂലയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത് താൽക്കാലികമായി ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നത്. അത് ഞാൻ ഉണ്ടാക്കിയതാണ് സോളോ ഗ്രൂപ്പ് ട്രിപ്പ്. അത് അതിന് ടേം ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു നമ്മളൊക്കെ ഇൻഡിവിജ്വൽ യാത്രക്കാരായിരിക്കും, പക്ഷെ നമ്മൾ ഒരുമിച്ച് അങ്ങ് പോകുന്നു, അവിടെ എത്തിയിട്ട് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, ഇഷ്ടമുള്ളത് കഴിക്കാം, ഇഷ്ടമുള്ളത് കുടിക്കാം, വേണമെങ്കിൽ ഒരുമിച്ച് പോരാ, അല്ലെങ്കിൽ അവിടെ തന്നെ നിന്നോളും എന്നുള്ള രീതിയിലായിരുന്നു അനൗൺസ് ചെയ്തത്. ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു ഓക്കെ ഓക്കെ. പക്ഷെ അതിനുശേഷം പിന്നെ ഡൽഹി അങ്ങനെ പോയി. ആകാശിനെ കാണാൻ പോകുന്ന സമയത്ത് ഞാൻ ചുമ്മാ പറഞ്ഞു ഡൽഹി പോകേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറിക്കോന്ന് പറയുമ്പോൾ 4-5 ആൾക്കാരുണ്ടായിരുന്നു, അവരെയും കൊണ്ടുപോയി. ഇനി അങ്ങനെ ബക്കറ്റ് ലിസ്റ്റിലുള്ള യാത്രകൾ ഈ അടുത്ത് മറ്റേ കെയ്റോയില് ഈജിപ്തില് എന്റെ ഏറ്റവും വലിയ ഡ്രീം ഈജിപ്ത് ആയിരുന്നു, ചെറുപ്പം മുതൽക്കുള്ള ഡ്രീം. അത് കഴിഞ്ഞു പോയല്ലോ എന്നുള്ള വിഷമം. സത്യം ഇനി അത് കഴിഞ്ഞിട്ട് എനിക്കൊരു സ്ഥലം അങ്ങനെ ക്രേസ് ഉള്ള ഒരു സ്ഥലം എനിക്കില്ല സത്യം പറഞ്ഞാൽ. അപ്പൊ പക്ഷെ അതും നന്നായി, കാരണം ഇനിയിപ്പോ നടക്കാൻ പറ്റാത്ത ഏതോ ഒരു സ്ഥലമൊക്കെ ആയിരുന്നെങ്കിൽ അത് വിഷമിച്ചിരിക്കേണ്ടി വരുന്നത്. ഏറ്റവും വലിയ ഡ്രീം കൺട്രി ഞാൻ എക്സ്പ്ലോർ ചെയ്തു. ഇനിയും പോകാൻ ആഗ്രഹം ചോദിച്ചാൽ ഞാൻ ഈജിപ്ത് തന്നെയാ പറയാം. കാരണം എനിക്ക് മതിയായിട്ടില്ല. ഞാൻ ഈ ഫറോമാരുടെയും അതുപോലെ തന്നെ ഈ മമ്മികളും പിരമിഡ്സിന്റെ ഒക്കെ ഹിസ്റ്ററിയും പുസ്തകവും വായിച്ച് അങ്ങേ തല എത്തിയിട്ടുണ്ട്. അപ്പോ ഞാൻ എന്റെ 2 സ്റ്റുഡൻസും ഒരു സാറുമായിരുന്നു കൂടെ വന്നത്. അപ്പൊ ഞാൻ ഈ നൈൽ നദി കാണുമ്പോ കരയും. അപ്പൊ ഞാൻ നിങ്ങൾക്കൊന്ന് കരച്ച് അവരെനിക്ക് പ്രാന്ത, ഈ പിരമിഡ് തൊടുമ്പോ ഞാൻ കരയും. ഞാൻ പറയും ഇതെന്താ കൊറേ കല്ല് കൂട്ടിട്ട്, ഞാൻ പറയാം എന്നെയൊക്കെ കൊണ്ടുവന്ന് നിന്നാണ് തല്ലാനെന്ന്. കാരണം ഞാൻ അത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ കൂട്ടി വെച്ചത് ഡ്രീമാണത്. ആ പിരമിഡിന് മുമ്പിലൊന്ന് നിൽക്കുക, അല്ലെങ്കിൽ ആ ഒരു നൈൽ നദിയിലൊന്ന് സ്പർശിക്കുക എന്നൊക്കെ ഉള്ളത്. കാരണം നമ്മുടെ ഖുറാനിലാണെങ്കിലും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഇസ്ലാമിക് ഹിസ്റ്ററി കിടക്കുന്ന സ്ഥലമാണത്. ഫിറൗനെ കണ്ടു, ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ മദ്രസയിലും പഠിച്ചിട്ടുണ്ട്, അല്ലാതെ സോഷ്യലിലും പഠിച്ചിട്ടുണ്ട്, ഡോക്യുമെന്ററീസ് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ എന്ന് വെച്ചാല് എനിക്കറിയില്ല. ഇന്ത്യ ഭയങ്കരമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഇന്ത്യക്ക് അത്ര വലിയ കുഴപ്പം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഡിജിറ്റലി നോക്കുന്ന സമയത്ത് ഇന്ത്യ ഭയങ്കര പ്രശ്നം. നോർത്തും സൗത്തും പ്രശ്നം, ഈസ്റ്റും വെസ്റ്റും പ്രശ്നം. ഇനി സൗത്ത് തന്നെയാണ് കർണാടകയും ആന്ധ്രയും പ്രശ്നം, കേരളവും തമിഴ്നാടും എല്ലാവരും തമ്മിൽ ഡിജിറ്റലി പ്രശ്നം. പക്ഷെ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താ അറിയില്ല, എല്ലാവരും വെൽക്കമിങ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ വലിയ യാത്ര ചെയ്യണമെന്നല്ല, പക്ഷെ ഈ വലിയ യാത്രികന്മാരൊക്കെ പറയുന്നതും കേട്ടിട്ടുണ്ട്. ആർക്കും അങ്ങനത്തെ വലിയ ഇഷ്യൂസ് ഒന്നും, എനിക്ക് അടിസ്ഥാനപരമായിട്ട് എല്ലാ മനുഷ്യരും നല്ല മനുഷ്യന്മാരാ. 25 രൂപയുടെ സാധനത്തിന് 50 രൂപ പറയുന്നത് വെച്ചാൽ അവരുടെ ആ ഒരു ഗതികേട് കൊണ്ടായിരിക്കും, അല്ലാതെ അത് വെച്ചിട്ട് അവർ അംബാനിയോ അദാനിയോ ആവില്ലല്ലോ. അവരുടെ ആ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ചെറിയ കള്ളത്തരങ്ങളും ചെറിയ പറ്റിക്കലുകളും ഒക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന കുറേ സാധാരണക്കാരായ മനുഷ്യന്മാരാണ് ഇന്ത്യ നിറച്ചുള്ളത്. അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അത്ര തന്നെ ഞാൻ വിചാരിക്കുന്നത്, നമ്മളിങ്ങനെ ഒരാൾ സ്മൈൽ ചെയ്താൽ ഒരുവിധ ആൾക്കാരൊക്കെ തിരിച്ച് സ്മൈൽ ചെയ്യും. അപ്പൊ ഞാൻ 24 hours ഇങ്ങനെ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കലും ആൾക്കാരെ കാണലും ഒക്കെ. അപ്പോൾ ആ ഒരു സ്മൈൽ എനിക്ക് റിട്ടേൺ കിട്ടുന്നു, പോസിറ്റിവിറ്റി കൊടുക്കുന്നു, പോസിറ്റിവിറ്റി തിരിച്ചു കിട്ടുന്നു ഉള്ള രീതിയിലാണ് ഞാൻ അതിനെ കണ്ടത്. നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ അല്ലാതെ കൊമ്പക്കായ എന്നുള്ള പുസ്തകം എടുത്തിറങ്ങി. അതിന് മുമ്പേ ഒരു ഓർമ്മകളും തേടി ആ 2 പുസ്തകത്തിന്റെയും ഓർമ്മകളും തേടിന്റെ കഥ നേരത്തെ കൊമ്മക്കായം അതൊരു ട്രിബ്യൂട്ടാ. ഈ നാട്ടിലുള്ള ഓമശ്ശേരി മാത്രമല്ല, ഓമശ്ശേരി, തിരുവമ്പാടി, മുക്കം ഈ ഭാഗങ്ങളിലൊക്കെയുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്ന മനുഷ്യന്മാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതിയിട്ടുള്ള, അതായത് ഞാൻ വിചാരിക്കാം മരിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ പഠിച്ചവനോട് ചോദിക്കുന്നത്, നീ ഒരു എഴുത്തുകാരനായിട്ട് നീ എന്ത് കോൺട്രിബ്യൂഷൻ ആ സൊസൈറ്റിക്ക് കൊടുത്തെന്ന്. അപ്പോൾ കാണിക്കാനുള്ള ബുക്കാണ് കൊമ്മക്കായ. അതായത് ഞാൻ ഈ നാട്ടിലുള്ള സാധാരണക്കാരായ മനുഷ്യന്മാര്, അവരിപ്പോ നിങ്ങൾ നോക്കുന്ന ഈ റോഡ് കൂടെ ഒക്കെ പോകുന്നതാണ്, ആരും അവരെ തിരിച്ചറിയില്ല. പക്ഷെ എന്തെങ്കിലും ഒരു അത്യാഹിത ഈ നാട്ടിൽ നടക്കുകയാണെങ്കിൽ, ഏത് നാട്ടിൽ നടക്കുകയാണെങ്കിൽ അവരായിരിക്കും ആദ്യം ഓടി വരിക. അവർ ഈ കൂലിപ്പണിക്ക് പോകുന്നവന്മാരും ഓട്ടോ ഡ്രൈവർമാരും എല്ലാ ഹൈ പ്രൊഫൈലും ലോ പ്രൊഫൈലുള്ള എല്ലാവരും ഉണ്ടാവും അതിൽ. പക്ഷെ അവരാരും കാണൂല, ആരും
എന്താ പറയാ, അവർക്ക് വേണ്ട ഒരു അംഗീകാരം കൊടുക്കാനോ റെസ്പെക്ട് ചെയ്യാനോ ഒന്നും ആരുമില്ല. ഒരു മൃതദേഹം, അളിഞ്ഞൊരു മൃതദേഹം കോരിയെടുത്ത് വരുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ മാറി നിൽക്കുക ചെയ്യുക. പക്ഷെ അവരുണ്ടായത് കൊണ്ട് മാത്രമാണ് നമ്മളുടെ പ്രിയപ്പെട്ട ഒരാളുടെ ആ ഒരു ബോഡി എങ്കിലും നമുക്ക് കിട്ടുന്നത്. പക്ഷെ അത് ആ സമയത്ത് അവർക്ക് കൈ കഴുകാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോലും ആൾക്കാർക്ക് അറപ്പാണ്. അപ്പോ ആ ഒരു ആവശ്യത്തിന്റെ മൊമെന്റിൽ മാത്രം ഇവരൊക്കെ എല്ലാവർക്കും വേണം, അത് കഴിഞ്ഞാൽ ഇവര് ആർക്കും വേണ്ട. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, ഈ ഡോക്ടർമാർക്കും എഞ്ചിനീയറിനും പൈലറ്റിനും വക്കീലിനും ഒക്കെ ആൾക്കാര് എഴുന്നേറ്റ് നിന്നിട്ട് റെസ്പെക്ട് ചെയ്യും അവരെ കാണുമ്പോഴേ. സാർ ഇരിക്കും എന്ന് പറയും. പക്ഷെ അവരൊന്നും അല്ല റിയൽ ഹീറോസ്. ഈ സിനിമയെന്നൊക്കെ വരുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, നമ്മൾ ഹീറോ പാലൊഴിക്കുന്നു, അഭിഷേകം ചെയ്യുന്നു, ഇവരാരും അല്ല നമുക്കൊരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓടി വരുന്നത്, ഈ സാധാരണക്കാരായ മനുഷ്യന്മാരാ. അപ്പൊ അവരുടെ 20ഓളം ചാപ്റ്റേഴ്സ് അതിലുണ്ട്, 20 രക്ഷാപ്രവർത്തനങ്ങളുടെ കഥ. അതും ഈ നാടും ഈ ഒരു മനുഷ്യന്മാരൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകമാണത്. അപ്പൊ അത് ഞാൻ കളക്ടർ റിലീസ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട് അവരുടെ വെബ്സൈറ്റിൽ ആ പുസ്തകത്തിന്റെ ഇത് ആഡ് ചെയ്യുന്നുണ്ട്, ഹീറോസ് ഓഫ് കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഹിസ്റ്ററി അതിൽ ആഡ് ചെയ്യാൻ പോകുന്നുണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് ഈ പുസ്തകത്തിന്റെ അകത്ത് ഈ കുടിയേറ്റക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ആ കഥ ഇവിടെ യഥാർത്ഥത്തിൽ അത് ഈ പറഞ്ഞ ഞാനുണ്ടല്ലോ, ഈ പഴയ വാക്കുകൾ ശേഖരിക്കുന്നതിനൊപ്പം തന്നെ ഈ നാടിന്റെ ഹിസ്റ്ററി ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ സ്ഥലനാമ പരിണാമം എന്നുള്ള എപ്പിസോഡ് ചെയ്യാൻ തന്നെ കാരണം അതാണ്. ഓമശ്ശേരി, മാവൂര്, മുക്കം, ഇതിന്റെയൊക്കെ പേര് വന്നത് എങ്ങനെയാന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചു വെച്ചിട്ട്, കാരണം പിന്നീട് ഒന്നും ആരും ചോദിക്കാനോ കളക്ട് ചെയ്യാനോ പോകില്ല എന്ന് എനിക്കറിയാം. അപ്പം അതിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ആണിത്. കുടിയേറ്റക്കാര് ട്രാവൻകോർ മൈഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോ ആ സമയത്ത് അവിടുന്ന് ഈ തിരുവിതാംകൂർ ഭാഗത്തുനിന്ന് ഒരുപാട് പേര് ഈ മലബാർ മേഖലയിലേക്ക് കുടിയേറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റെക്കോർഡഡ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല, ഓഫ് റെക്കോർഡിൽ പറഞ്ഞതാണ്. അതായത് ഈ മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നു ഈ ഇവിടുത്തെ സ്ഥലം, മുസ്ലിങ്ങളുടെയും അതുപോലെ തന്നെ ഹിന്ദുക്കളുടെയും കയ്യിലായിരുന്നു ഭൂരിഭാഗം ജന്മിമാരുടെ ഈ സ്വത്തുക്കളും ഉണ്ടാവാം. അപ്പൊ ഈ ക്രിസ്ത്യാനികൾ ഇങ്ങനെ വന്ന സമയത്ത് പുതിയൊരു മതം വരികയാണ്. അത് രണ്ടുപേർക്കും ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു ആ സമയത്ത്. അപ്പോ ഈ ഇവിടുത്തെ വലിയ വലിയ പ്രഭുക്കന്മാരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഫുള്ള് മലകളാ. അപ്പൊ ഈ മലകള് അവര് ചുരുങ്ങിയ വിലക്ക് കൊടുക്കുകയാണ്. അപ്പൊ കൊടുക്കുന്ന സമയത്ത് എന്താണ് അവർ പറയുന്നതെന്ന് വെച്ചാല്, ഈ സ്ഥലം ഇങ്ങനെ കൊടുത്താല് അവിടെ കുറെ കാട്ടുപന്നികളും ആനയും കടുവയൊക്കെ ഉണ്ടാവും, അപ്പൊ ഇവരൊക്കെ അങ്ങ് കൊന്ന് തീർത്തോളും എന്നുള്ള ഒരു ഹിഡൻ അജണ്ട അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കാം എന്ന് എന്നോട് ഒരാൾ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് എനിക്കറിയില്ല, ചാൻസ് ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരിക്കലും മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലമാണ്. അപ്പൊ ഇവരെങ്ങാനും കഷ്ടപ്പെട്ട് അവിടെ വെളിച്ചാക്കി എടുത്താല് അവർക്ക് കുറച്ചും കൂടി അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കൂടി പൈസ വിൽക്കാനും പറ്റുമല്ലോ. ആ ഒരു രസകരമല്ല, കുറച്ച് വേദനാജനകമായിട്ടുള്ള ഇത് കൂടി അതിന്റെ പിന്നിലുണ്ട്. പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു പുതിയ അറിവാണ്. ഈ പുസ്തകം സത്യം പറഞ്ഞാൽ എനിക്ക് വാരണാസിയെ കുറിച്ച് നമ്മളെ ജീവിക്കുന്ന ചുറ്റുവട്ടത്തിനെ കുറിച്ചൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നോളജ് എന്നൊരു പുസ്തകം. പുസ്തകത്തിന് നന്ദി. താങ്ക് യു. നമ്മളോട് ഇത്ര നേരം സംസാരിച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്.